ഗൈസ്, രാവിലെ തന്നെ വീട്ടിൽ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് മത്തിക്കുടലുമായിട്ട് നമ്മൾ ഇന്ന് ചൂണ്ടിടാൻ പോവുകയാണ്. കഴിഞ്ഞ വട്ടം ഇട്ടടുത്ത് തന്നെ നമ്മൾ ഈ വട്ടം വന്നേക്കുന്നത്. ഇവിടെ എന്തോ കിട്ടുന്നതൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ കൊണ്ടുവന്നിട്ടത് വിലയായിരുന്നു, അതുകൊണ്ട് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ വട്ടം കുറച്ച് മത്തിക്കുടലായിട്ട് വന്നത്, അതുകൊണ്ട് ഇച്ചിരി പ്രതീക്ഷയായി കൊണ്ട് വന്നപ്പം ഗൈസ് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു കറിക്കുള്ള മീൻ അവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഇതുവരെ ഫോളോ ചെയ്താലുണ്ടെന്ന് ഫോളോയും കൂടെ ചെയ്തേക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ ഒരു വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്തേക്കണേ. പിന്നെ കൂട്ടത്തിൽ നല്ലൊരു തലയെടുത്തിട്ട് കോർത്തിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ കോർത്തിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് അനങ്ങാതെ ഒരു കിടപ്പായിരുന്നു ചൂണ്ട. പിന്നെ അവിടെ ഇട്ടോണ്ടാണോ എന്ന് അറിയാത്തോണ്ട് നമ്മൾ അടുത്തടുത്തോട്ടിട്ട് അവിടെ ഇതേപോലെ തന്നെയൊക്കെ ആയിരുന്നു. അതല്ല ഗൈസ്, ഈ കുളത്തിൽ മീനുണ്ടോ അതോ മീന് തീറ്റി വേണ്ടാത്തതാണോ എന്തോ ഒരു ഒത്തു പോലും കിട്ടുന്നില്ല. അനക്കില്ലാതെ തീറ്റി കൊണ്ടുപോയതാണോ അറിയാൻ വേണ്ടി എടുത്ത് നോക്കിയതാ. പക്ഷെ അതേപോലെ അതേ കിടപ്പുണ്ടായിരുന്നു തീറ്റി. ഇനിയാണ് നമ്മുടെ അടുത്ത ട്രൈ. ഇനിയും കുടലും പണ്ടൊക്കെ എടുത്ത് കെട്ടിയിടാൻ പോവാണ്. ഇതിലും പിടിച്ചില്ലെങ്കിൽ ഇനിയും മീൻ പിടുത്തമേ ഞാൻ നിർത്തുക. കമ്പും കൊണ്ടെടുത്തത് വേറൊന്നുമല്ല, ഇതിനെ തൊടാൻ എനിക്ക് എന്തോ ഒരു അറപ്പ്. അതുകൊണ്ടാണ് കമ്പും കൊണ്ടൊക്കെ ഞാൻ പിടിച്ചത്. അതെല്ലാം കോർത്തിട്ട് നമ്മൾ വീണ്ടും ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിലും വലിയ അനക്കമൊന്നും തോന്നിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഇനി അവിടെ കിട്ടാത്തയാണോ അവിടെ മീനില്ലാത്തയാണോ എന്നറിയാൻ